UDF കേന്ദ്രങ്ങളിൽ പല തരത്തിലുള്ള ആഹ്ലാദ പ്രകടനമാണ്. VT ബൽറാം പറയുന്നു, പിണറായി വിജയൻ വിഭാഗത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ UDFന്റെ ചരിത്ര വിജയം. 2026 UDF കേരളം ഭരിക്കും. VT ബൽറാമിന്റെ പോസ്റ്റ്. അതുപോലെ തന്നെ VS ജോയ് പോത്തുകല്ലും തൂക്കി എന്ന പോസ്റ്റ്. സന്ദീപ് വാര്യർ, സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നിഷ്കളങ്കരെ സ്വരാജിനെ ട്രോളിയതാണ്. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ രാഹുലിന്റെ പോസ്റ്റ് വായിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് UDF പ്രവർത്തകർ ആഹ്ലാദിക്കുകയാണ്. PK അബ്ദുറബിന്റെ ഒരു പോസ്റ്റ് കൂടിയുണ്ട്. മുഖ്യമന്ത്രിയാണ് ട്രോളുന്നത്, ജസ്റ്റ് നമ്പർ 4 എന്നുള്ളതാണ് PK അബ്ദുറബിന്റെ പോസ്റ്റ്. അബ്ദുറബ് പോസ്റ്റ് ഈ ട്രോളാൻ റബ്ബിനെ കഴിഞ്ഞിട്ടേ അതിലൊരു റബ്ബുള്ളൂ. അപ്പോ അബ്ദുറബിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് കൂടുതൽ അതുപോലെയുള്ള ബാക്കി എല്ലാവരും പിന്നെ സ്വന്തമാണ്. നേതാക്കളുടെ യുവ നേതാക്കളൊക്കെ സ്വന്തമായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. റബ്ബിനെ പറയുമ്പോൾ മാത്രം എന്താണ് പിന്നെ ഒരു ബുദ്ധിമുട്ട്? അല്ലെ, നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം മുഖ്യമന്ത്രി സ്വന്തമായിട്ടല്ലോ. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അത് നല്ല ഇപ്പം MM മണിയുടെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ആൾ വളരെ മികച്ച രീതിയിൽ പോസ്റ്റ് ഇട്ട് MM മണി മന്ത് കഴിക്കുന്ന കാലത്ത് മികച്ച രീതിയിൽ രസമുള്ള പോസ്റ്റുകൾ കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ പുള്ളിക്ക് കൂടുതൽ ബിസിനസ് കിട്ടിക്കോട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറെ കാലമായി സ്ഥിരമായി PK അബ്ദുറബിന്റെ പോസ്റ്റ് അത് വളരെ മനോഹരമായ രസമുള്ള പോസ്റ്റുകളാണ്, ചിരിക്കാൻ വകയുള്ള പോസ്റ്റുകളാണ്. അല്ല, ഞാൻ PK അബ്ദുറബിന്റെ ട്രോളാൻ കഴിഞ്ഞിട്ട് റബ്ബുള്ള പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമാണെന്ന് ഈ സത്യാനന്തര കാലത്ത് ഞാൻ വിശ്വസിക്കുന്നു. സത്യാനന്തര കാലം ഒരു ട്രോളായി മാറരുത്. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം എന്നുള്ളത് M സ്വരാജിന്റെ യൂട്യൂബ് പരിപാടിയാണ്. എന്തായാലും പല വാക്കുകളും സന്ദീപ് വാര്യറാണ് ആ ട്രോളിന്റെ ഉടമ. അങ്ങനെ ട്രോളിന്റെ കാലമാണ്. ഇനി നൃത്തം കൂടി കാണേണ്ടി വരില്ലേ? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് ഈ മാറിയ കാലത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. രമേശ് ചെന്നിത്തല അവരുടെ യങ് ആയിട്ടുള്ള നേതാക്കളുടെ കൂടെ നിന്ന് താളം ചവിട്ടുന്നത് കാണാൻ നമുക്കൊരു സന്തോഷമല്ലേ? അങ്ങനെ കാഴ്ച മുതിർന്ന നേതാക്കൾ